ഒരു പറയാൻ വാക്കുകളില്ല. ആ ഒരു ഹാങ് ഓവർ വിട്ടുമാറില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. സുഷിൻ ഷാൻ പറഞ്ഞ പോലെ സുഷിൻ ഷാൻ പറഞ്ഞ വേറെ ഒന്നല്ല, ജസ്റ്റ് കിഡിങ് അത്ര തന്നെ. മലയാളം ഫിലിം ഇൻഡസ്ട്രി അപ്ഗ്രേഡ് ടു നെക്സ്റ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്. സുഷിൻ ഷാൻ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ട്. സീൻ മാറ്റാനുള്ള സാധനം ഇല്ല. സീൻ 2-3 സീൻ ഇതിൽ വേണേൽ മാറ്റായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഹൈപ്പ് മാറ്റി വെച്ച് കണ്ടു കഴിഞ്ഞാൽ പടം ഓക്കെയാണ്. ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം ഇതേ സമയം കുറേ പിള്ളേർ വന്നിട്ട് നമ്മുടെ ബോക്സ് ഓഫീസ് തകർത്തിട്ട് പോയതാണ്. ഇനി നമ്മുടെ മലയാളത്തിലെ യൂത്തിൻ്റെ എൻട്രിയാണ്, അതും ഒരു അഡ്വഞ്ചർ ത്രില്ലറുമായിട്ട്. മഞ്ഞുമൽ ബോയ്സ് ഡയറക്ടർ ബൈ പി ചിദംബരം. അപ്പോൾ സുഷിൻ ശ്യാം പറഞ്ഞതുപോലെ മലയാള സിനിമയുടെ സീൻ മാറ്റുമോ മഞ്ഞുമൽ ബോയ്സ് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ റിവ്യൂല്. പടം എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും സിനിമാറ്റോഗ്രാഫി എന്താ പറയുക, മലയാളം ഫിലിം ഇൻഡസ്ട്രി അപ്ഗ്രേഡ് ടു നെക്സ്റ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഈ ഒരു കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കുമോ? തീർച്ചയായും പിടിച്ചിരിക്കും. കാരണം എന്താ പറയുന്നത്, നമ്മുടെ മലയാളത്തിൽ അധികം ത്രില്ലർ സംഭവങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, കുറച്ച് പടങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഗംഭീര പടം എന്ന് തന്നെ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും സിനിമാറ്റോഗ്രാഫിയും എക്സലന്റ്, ടോട്ടലി ഓവറോൾ ഗുഡ് മൂവി. പറഞ്ഞ പോലെ തന്നെ സീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളി പടം, ഒന്നും അടിപൊളി. എങ്ങനെയാണ് കുറെ സർവേ ത്രില്ലർ ഉണ്ട്, സർവേ ത്രില്ലറുണ്ട്. പക്ഷെ നമ്മൾ മലയാളത്തിൽ നിന്ന് വന്നത് ഒരു രക്ഷയില്ല. നമ്മുടെ ഫഹദ് ഫാസിലായിട്ട് കയറി വന്നിട്ടുണ്ട്. എങ്ങനെയാണ്, ഇന്റൻസ് ആണോ? ഭയങ്കര സീറ്റ് നല്ല പടം, രക്ഷയില്ല. നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷന് പിടിച്ചിരിക്കുമോ? ഇപ്പോഴത്തെ സിനിമ കണ്ട് ഇറങ്ങാതെ എല്ലാവരും സന്തോഷത്തെ ഇറങ്ങുന്നുള്ളൂ. അത്രയും കിടിലം പറയും. ഒരു രക്ഷ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പടം സുഷിൻ ഷാൻ പറഞ്ഞ പോലെ സുഷിൻ ഷാൻ പറഞ്ഞ വേറെ ഒന്നല്ല, ജസ്റ്റ് കിഡിങ് അത്ര തന്നെ. സീൻ മാറിയില്ല. ഇല്ല, അത്രയൊന്നുമില്ല. മലയാളത്തിന്റെ എന്തോ തലവര മാറ്റും എന്നൊക്കെ പറഞ്ഞു, അത്രയൊന്നുമില്ല. പിന്നെ സുഷാമിന്റെ ബിജിഎമ്മും അത്ര നിലവാരമില്ലാത്ത ബിജിഎം എന്ന് തന്നെ പറയാം. കുറ്റമായിട്ട് പറയുന്നല്ല, പടം കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ പറയുന്നത്. സർവേ ത്രില്ലറല്ലേ പ്രതീക്ഷ വന്നത്, അതുകൊണ്ട് ഇല്ലാന്നല്ല. പക്ഷേ സുഷിൻ ഷാൻ പറഞ്ഞതിൻ്റെ അത്രയൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ മലയാള സിനിമയുടെ തലവര മാറ്റും എന്നാണ് പറഞ്ഞത്. അത്രയൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാം ഫിലിം, അത്ര തന്നെ. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഇപ്പോൾ പ്രേമലു ഭ്രമയുഗത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് വന്നപ്പോൾ? ഇല്ല, പ്രേമലു വേറെ ചെയ്യണം, ഭ്രമയുഗം വേറെ. കോമ്പറ്റീഷൻ ആവും? ഇല്ല, ഒരിക്കലും ഇല്ല. ഉണ്ടായി കുഴപ്പമില്ല, കണ്ടിരിക്കാം, ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. സർവൈവൽ ത്രില്ലർ ആണെങ്കിലും എൻഗേജിങ് അല്ല, സ്ലോ ബേസ് പടമാണ്. മലയും കുഞ്ഞിനെ വെച്ച് കമ്പയർ ആവില്ല, അത് വേറൊരു വൈബാണ്. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊന്നും ഈ പടമില്ല. അതൊരു പ്രത്യേകതരം ഇതുവരെ കാണാത്തൊരു സർവൈവൽ ത്രില്ലറാന്ന് പറഞ്ഞു. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല, അത് വലുതായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ. അപ്പോൾ ഒരു സീൻ മാറ്റാനുള്ള സാധനം ഇല്ല. സീൻ 2-3 സീൻ ഇതിൽ വേണേൽ മാറ്റായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്. സുഷിൻ ശ്യാം പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കും. എങ്ങനെയാണ് ഒരു ത്രൂ ഔട്ട് ഒരു സർവൈവൽ ത്രില്ലറാണ്? ത്രൂ ഔട്ട് പക്ക സർവൈവൽ ത്രില്ലർ തന്നെയാണ്, ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് തന്നെയാണ്. അവർ പറഞ്ഞ പോലെ തന്നെ നല്ല സീനായിട്ട് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കണ്ടിരിക്കും. ബ്രോ, എങ്ങനെ സീൻ മാറിയോ? സീൻ മാറ്റി, ഹാങ് ഓവർ മാറില്ല ബ്രോ. ഒരു പറയാൻ വാക്കുകളില്ല. ആ ഒരു ഹാങ് ഓവർ വിട്ടുമാറില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രേമലു ഭ്രമയുഗം അതിന്റെ കൂടെ അതൊന്നും കമ്പയർ ചെയ്യില്ലേ, ഇത് വേറെ കോമ്പറ്റീഷൻ ആണ്. ഇപ്പോൾ കോമ്പറ്റീഷൻ അല്ല, ഇത് കാണു ബ്രോ, ഒന്നും പറയില്ല, സൂപ്പർ പടം, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പറയുമ്പോൾ തന്നെ ഗൂസ് ബംസ് ആണ്. ഒരു ഇമോഷണൽ ട്രാക്കാണ്, പക്ഷേ എന്താ ഒന്നും പറയാം, സ്പോയിലർ ആവും പറഞ്ഞു പോയി. പക്ഷെ അടിപൊളിയാണ്. എന്തായാലും ഫുൾ സീറ്റഡ് ത്രില്ലർ വൈബാണോ? ത്രില്ലർ ലൈക്ക് എന്നാൽ നമ്മുടെ ഇമോഷണൽ ട്രാക്കിൽ പോകും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ് ആയിട്ട് അടിപൊളി പടമായിരുന്നു. സീൻ മാറിയൊന്നുമില്ല, സാധാരണ പടമാണ്, സർവൈവൽ ത്രില്ലർ ഓക്കെയാണ്, അത്രേ ഉള്ളൂ. ഭയങ്കരമായ സംഭവമൊന്നുമില്ല. മലയാളത്തിൽ മുമ്പ് കണ്ടിട്ടില്ല പറഞ്ഞോ? റിയൽ സ്റ്റോറി അല്ല, അപ്പോൾ ആ ഒരു ലെവലാണ് എടുത്തിരിക്കുന്നത്. സുഷിന്റെ ബിജിഎം എല്ലാം പഴയ ആ ഒരു രീതി തന്നെ കൊള്ളാം, അതിനേക്കാൾ ഇത് വലിയ ഇഫക്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ നിലവിലുള്ള നമ്മുടെ കോമ്പറ്റീഷൻ ആവോ? കോമ്പറ്റീഷൻ നിലവിലാവില്ല, എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഈ ഒരു ഹൈപ്പ് മാറ്റി വെച്ച് കണ്ടു കഴിഞ്ഞാൽ പടം ഓക്കെയാണ്. നല്ല സിനിമയാട്ടോ. എന്ന് വെച്ചാൽ കാണാൻ കയറുമ്പോൾ നമുക്കൊരിതുണ്ടല്ലോ, നമുക്ക് അറിയാവുന്നൊരു സംഭവമാണ്, നടന്നൊരു കാര്യമാണ്. അതിനെ സിനിമയാക്കുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും, ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്താ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ലെവലിൽ പറയാനുണ്ടോ സീൻ മാറ്റം എന്നൊക്കെ പറയാനുണ്ടോ? ഒരു പടത്തിൻ്റെ ആദ്യത്തെ ഒരു 30-40 മിനിറ്റ് പടം ഒരു നോർമൽ ഇതിലാണ് പോകുന്നത്. ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നത്, പടത്തിൻ്റെ ടൈറ്റിൽ കാർഡ്. അത് കഴിഞ്ഞ് പടം വേറൊരു മൂഡിലേക്ക് കയറുന്നുണ്ട്. പിന്നെ ടിൽ ക്ലൈമാക്സ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോമ്പറ്റീഷൻ ആവും ഇപ്പോഴത്തെ സിനിമകൾക്ക്. മലയാളം സിനിമ ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ സമ്മാനിക്കും എന്ന് പറയാം. നല്ലൊരു സിനിമയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ മഞ്ഞുമൽ ബോയ്സും എത്തി. അതിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ഔട്ട് ഓഫ് 5 എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആണ്. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.